സുഭാഷിതം. മീഖായുടെ പ്രവചനം 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. ജാതികൾ അതിലേക്ക് ഒഴുകിച്ചെല്ലും. Now it shall come to pass in the latter days that the mountain of the Lord's house shall be established on the top of the mountains, and shall be exalted above the hills, and the people shall flow to it. മീഖായുടെ പുസ്തകത്തിലെ 4-5 അധ്യായങ്ങളിൽ യഥാസ്ഥാപനവും ഉദ്ധാരണവും പ്രവചിച്ചിരിക്കുന്നു. 4-ാം അധ്യായത്തിൽ ക്രിസ്തുവിന്റെ രാജ്യം സ്ഥാപിക്കപ്പെടുന്നതും ക്രിസ്തു ലോകം മുഴുവൻ അടക്കി വാഴുന്ന നീതിപൂർണമായ ഭരണത്തെപ്പറ്റിയും സൂചിപ്പിക്കുന്നു. അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് യഹോവയുടെ അന്തിമ പുനഃസ്ഥാപനത്തിൽ സിയോൻ നഗരമായ യെരുശലേമിന്റെ ആത്യന്തികമായ ഉന്നതിയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. സഹസ്രാബ്ദത്തിൽ അത് പൂർണ്ണമായും നിവർത്തീകരിക്കപ്പെടും. ഇതേ ദർശനം തന്നെ യെരുശലേമിനെ കുറിച്ച് യെശയ്യാ പ്രവാചകനും ദർശിച്ചിട്ടുണ്ട്. യെശയ്യാ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ അത് കാണുവാൻ കഴിയും. യെശയ്യാവും മീഖായും സമകാലിക പ്രവാചകന്മാരായിരുന്നു എന്ന് കരുതപ്പെടുന്നു. കർത്താവിന്റെ നീതിപൂർണമായ ഭരണത്തെക്കുറിച്ചാണ് തുടർന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മശിഹായുടെ വരവിനെക്കുറിച്ചുള്ള അത്ഭുതകരമായ വാഗ്ദാനവും അവിടുത്തെ സഹസ്രാബ്ദ ഭരണത്തിന്റെ ആവേശകരമായ പ്രതീക്ഷയും മീഖായുടെ പ്രവചനത്തിന്റെ പ്രത്യേകതകളാകുന്നു. യേശു കർത്താവ് രാജാതിരാജാവായി യെരുശലേമിൽ വാഴും. എല്ലാ ജനതകളിൽ നിന്നുമുള്ള ആളുകൾ ഇസ്രയേലിന്റെ മശിഹാ രാജാവിനെ ആദരിക്കാൻ വിശുദ്ധ നഗരമായ യെരുശലേമിലേക്ക് യാത്ര ചെയ്യും. 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അവൻ നമുക്ക് തൻ്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവൻ്റെ പാതകളിൽ നടക്കുകയും ചെയ്യും. ഈ ലോകത്തിലായിരുന്നപ്പോൾ യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച ദൈവത്തിൻ്റെ മക്കൾ ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയാകുന്നു. ഈ സഭ കർത്താവിനോടൊപ്പം 1000 വർഷം ഭരിക്കുകയും അവിടുത്തോടൊപ്പം വാഴുകയും ചെയ്യുമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. 1 പത്രോസ് 2:9 എഴുതിയിരിക്കുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഈ മഹത് പദ്ധതിയിലേക്ക് നിങ്ങൾ ആയിത്തീർന്നിട്ടില്ല എങ്കിൽ പുനഃസ്ഥാപനത്തിനും ഉദ്ധാരണത്തിനുമുള്ള വാക്കുകളാണ് ഇത് എന്ന് മനസ്സിലാക്കി യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ തീരുമാനമെടുക്കാം. കർത്താവിനോടൊപ്പം നമുക്കുമായിരിക്കാം. സമർപ്പിക്കാം. പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള പിതാവേ, കർത്താവിൻ്റെ വരവിങ്കൽ ഞങ്ങളും എടുക്കപ്പെടുവാനും അങ്ങയോടൊപ്പം എന്നെന്നും നിത്യരാജ്യത്തിൽ ആയിരിക്കാനും അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.